വെൽക്കം ക്യൂബാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കോവയ്ക്ക കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആ കോവയ്ക്ക കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് 1/4 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് എത്രയുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ കഴുകിയിട്ട് ഈ 2 അഗ്രവും ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 15 ചെറിയ ഉള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഓക്കെ, ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡും നമ്മളൊന്ന് കട്ട് ചെയ്ത് കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഇതുപോലത്തെ പീസാക്കാം. ഇപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ 4 പീസാക്കുകയാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം മതി, 2 പീസാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇത് മുഴുവനും അതുപോലെ ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അകത്തൊക്കെ ചെറുതായിട്ട് ചുമന്നാണ്, കുഴപ്പമില്ല. ഇത് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കേട്ടോ. തേങ്ങ ഇല്ലാതെയും ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കാം. അത് ഇനിയൊരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ചേർക്കുന്നേ. പിന്നെ വന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നേ. ഇത് നമ്മൾ ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. കുരുമുളകും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ല, ഈ കുരുമുളക് മുഴുവനായിട്ടുള്ള ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടി ചേർത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളം ഒന്നും ചേർക്കണ്ട. 2-3 ചുറ്റിയിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം കണ്ടോ, ഞാനത് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഓയിൽ ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നു. ഇനി ചൂടാകട്ടെ. നമ്മുടെ ഉഴുന്ന് പരിപ്പൊന്ന് ചുവന്ന് കിട്ടണം. അപ്പം നമ്മുടെ ഉഴുന്ന് പരിപ്പ് ചുവന്നിട്ടുണ്ട്. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെച്ചോണേ ഈ സമയത്ത്. പക്ഷെ നമ്മുടെ പരിപ്പ് കരിഞ്ഞു പോകരുത്. ഇനിയിപ്പം നമ്മളിതിന് മുളകിൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, 3 അല്ലി വെളുത്തുള്ളി, അത് ചേർക്കുന്നേ. ചെറുതായിട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇനിയിപ്പോൾ നമ്മളൊരു 15 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിരുന്നല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുന്നേ. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടണം. എങ്കിൽ ഈ കോവയ്ക്ക തോരന് ടേസ്റ്റാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ മൂത്ത് കിട്ടിയപ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ ആ കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസസ് ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാനുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തോളാം. എന്നുവെച്ചാൽ ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉപ്പായിരിക്കും. നമ്മൾ ആദ്യം ക്രഷ് ചെയ്യാതെ എടുത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി സൗകര്യമായിരുന്നിരിക്കും. ഉപ്പ് എല്ലായിടത്തും പോകണ്ടിട്ടേ നല്ല ഇതായിട്ട് കിട്ടി. അപ്പം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം.
ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്തെന്നാ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടതാണ് കോവയ്ക്ക, അത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ. നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടേ ഇല്ല, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ. ഇതാണ് തേങ്ങ 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. എന്നുവെച്ചാൽ അതിൽ നിന്ന് ജലാംശം കൂടുതലായി വരും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കുറച്ചുകൂടെ വേഗട്ടെ. ഒന്നുകൂടെ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വേകാനുണ്ട്. എരിവും ഉപ്പും എല്ലാം ചെക്ക് ചെയ്തോണേ. നോക്കട്ടെ എരിവ് ഉപ്പൊക്കെ കറക്റ്റാണ്. എരിവും ഉപ്പും ഒക്കെ കറക്റ്റാണ് കേട്ടോ, വെന്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് കൂടെ ഇട്ടിരുന്നാലും മതി. ഒന്നുകൂടെ തുറന്നു നോക്കാം. നല്ല രീതിയിൽ ഡ്രൈ ആവണം കേട്ടോ, എങ്കിലേ തോരന് ടേസ്റ്റ് ഉള്ളൂ. അഥവാ നിങ്ങൾക്ക് ഡ്രൈ ആയില്ലാന്ന് തോന്നുവാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം കണ്ടോ, പിന്നെ പൊരുവരാന്നിരിപ്പുണ്ട്, കുഴവഴാന്നൊന്നും ഇല്ല. തോരനെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കാം. കണ്ടോ, നമ്മുടെ തോരൻ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. കണ്ടോ, നമ്മുടെ കോവയ്ക്ക തോരൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ വന്നാൽ കുഴപ്പമില്ല കേട്ടോ, അത് വെന്തോളും. ഓക്കെ, അപ്പം വെളിച്ചെണ്ണയിലെല്ലാം കൂടെ വരട്ടിയപ്പോഴേ നല്ലൊരു മണം കിച്ചണിൽ തന്നെ. അത് മാത്രമല്ല, ഈ കോവയ്ക്ക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. കൊളസ്ട്രോളിന്, ഷുഗറിന് എല്ലാത്തിനും നല്ല ഒരു വെജിറ്റബിളാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ തോരൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം പെപ്പർ വന്നിട്ട് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താലും മതി. എരിവ് തീരെ കഴിക്കാത്തവരാണെങ്കിൽ മാത്രം. ഞങ്ങൾക്കൊക്കെ ഇത് കറക്റ്റാണ്. എരിവ് കഴിക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ പകുതി പെപ്പർ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.